The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to economics class. Today we are starting a new lesson in microeconomics, that is theory of the firm under perfect competition. Theory of firm under perfect competition. Before entering to the topic, I have to share a few things with you. That is the first one related to the view of the class. That is നിങ്ങൾ ആരും ഇപ്പം എന്ത് ചെയ്യുന്നില്ല, ക്ലാസ് കാണുന്നില്ല. ഒന്ന് ആലോചിക്കുക, ബോർഡ് എക്സാം ആണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ക്ലാസ് കണ്ട് പോവുക. കാരണം പോർഷൻസ് നമുക്ക് എടുത്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഇതും നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ. സെക്കൻഡ് വൺ, ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതിൽ കോസ്റ്റിൻ്റെ കർവിൻ്റെ ഷേപ്പും ആ കോസ്റ്റ് കർവുകളും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം നമ്മൾ ഈ ക്ലാസ്സിലോട്ട് കടക്കാൻ. കാരണം ഇനി നമ്മൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്തൊരു പോർഷൻ തൊട്ടിട്ട് ആ കോസ്റ്റ് കർവിൻ്റെ എക്സാമ്പിൾസിലൂടെയാണ് ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ കണക്ഷൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ടോപ്പിക്, ദറ്റ് ഈസ് മാർക്കറ്റ്. എന്താ മാർക്കറ്റ്? നമ്മൾക്കറിയാം, വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ്? Market is the place where buyers or sellers in contact with each other for purchase and sale of goods. Market can be classified into different forms on the basis of following factors. So market is the place at which the buyer and seller is meeting. ഒരു പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളും അതേപോലെ തന്നെ വിൽക്കുന്ന ആളും കണ്ടുമുട്ടുന്ന പ്ലേസ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിനെ തന്നെ ഡിഫറെൻ്റ് ആയി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഫാക്ടേഴ്സ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് കമ്മോഡിറ്റി. കമ്മോഡിറ്റി, ഏത് തരം കമ്മോഡിറ്റിയാണ് വിൽക്കുന്നത് അതിനനുസരിച്ച് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. മാർക്കറ്റിലോട്ട് പോകാനുള്ള ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. വെറുതെ കയറി ചെല്ലും ഇറങ്ങുമല്ല, അവിടെ ഒരു ഷോപ്പ് വെക്കാനുള്ളതും എപ്പോൾ വേണമെങ്കിലും ആ ഷോപ്പിൽ നിന്ന് പോകാൻ പറ്റുമോ. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് മാർക്കറ്റിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഈ 3 ക്രൈറ്റീരിയ എന്താണെന്നും അതെങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്നുള്ളതും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദിസ് ഫാക്ടേഴ്സ് the market are classified into 4. That is, the first one is perfect competition, second one is monopoly, and third one is monopolistic competition, and the last one is oligopoly. Market 4 തരത്തിലുണ്ട്. That is perfect competition, monopoly, monopolistic competition and oligopoly. ഓക്കെ. ഈ ചാപ്റ്ററിൽ, അതായത് 4th ചാപ്റ്ററിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മോണോപ്പൊളിസ്റ്റിക് ഒളിഗോപ്പൊളി കോമ്പറ്റീഷനെ കുറിച്ചിട്ട് നമ്മൾ 6th ചാപ്റ്ററിൽ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ മൈക്രോ എക്കണോമിക്സ് ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് ഈ 3 മാർക്കറ്റ് ഫോംസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? It is a market form with a large number of buyers and sellers dealing with a homogeneous product and operates freely at a uniform price level. ഇത് ഒരു ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. സാധനങ്ങൾ വിൽക്കാനും കുറേ പേരുണ്ടാവും, വാങ്ങാനും കുറേ പേരുണ്ടാവും.
ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ സെല്ലിംഗ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് അല്ലേ? അവർ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഒരുപോലുള്ള കമ്മോഡിറ്റീസേ വിൽക്കുകയുള്ളൂ. ദെൻ ഓപ്പറേറ്റ് ഫ്രീലി അറ്റ് യൂണിഫോം പ്രൈസ് ലെവൽ അല്ലേ? അത് യൂണിഫോം പ്രൈസ് ലെവൽ പറഞ്ഞ എന്താണ്? എല്ലാവിടെയും അതിൻ്റെ വില ഒരുപോലെ ആയിരിക്കും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് റൈസ്. റൈസ് എന്ന് വെച്ചാൽ എന്താണ്? അത് വാങ്ങാനും കുറേ പേരുണ്ടാകും, വിൽക്കാനും കുറേ പേരുണ്ടാകും അല്ലേ? ഇനി ഈ റൈസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഹോമോജീനിയസ് അല്ലേ? അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കും. ആൻഡ് ദ പ്രൈസ് ലെവൽ ഈസ് യൂണിഫോം അല്ലേ? ഒരു റൈസിന് ഒരു ഷോപ്പിൽ ഒരു പ്രൈസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി സെയിം ഇൻ അതർ ഷോപ്പ് ഓൾസോ അല്ലേ? ബാക്കിയുള്ള ഷോപ്പുകളിലും സെയിം ആയിരിക്കും. സച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. അതിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മാർക്കറ്റ് ഫോഴ്സ് ഹാവ് സം ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അല്ലേ? It means that each individual buyer and seller is very small comparing to the size of market. This means that no individual buyer or seller can influence the market by their size. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുന്ന ബയറും സെല്ലറും കുറച്ചാണെങ്കിലും എങ്ങനെ കമ്പയറിങ് ടു മാർക്കറ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, മാർക്കറ്റിൻ്റെ സൈസ് അനുസരിച്ച് നോക്കുമ്പോൾ ബയറും സെല്ലറും കുറവായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ഉള്ളൊരു മാർക്കറ്റാണ് ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. The next one is homogeneous product. That is, the product of the firm is identical. That means there is no difference in terms of color, size or smell. അല്ലേ? ഇതിൻ്റെ ടേംസിലൊന്നും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. എല്ലാം ഐഡൻറ്റിക്കൽ കമ്മോഡിറ്റീസ് ആയിരിക്കും, ഒരുപോലെയുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ദറ്റ് ഈസ് firms can enter the market അല്ലേ? Without permission firms can enter the market as well as they can leave the market. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് അവർക്ക് തുടങ്ങാം, ഇനി പറ്റില്ല എന്ന് കണ്ട് ആ ഷോപ്പ് വിട്ടു പോകാനുള്ള റൈറ്റും ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ ഇസ് പെർഫെക്റ്റ്. Information is perfect. That means if we are going to purchase a particular commodity, about that particular commodity we know the all details. നമുക്ക് എല്ലാം അറിയാം, ഒരു ഡീറ്റെയിൽസ്. നമ്മളൊരു റൈസ് വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ റൈസിൻ്റെ വില എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, എല്ലാ സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ? അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് the producer and buyer are price takers. Very important feature of perfect competition is they are price takers. That is, both have to accept the existing market price. They cannot influence the price level. അതായത് പ്രൊഡ്യൂസർക്ക് ഒരിക്കലും പ്രൈസ് ലെവൽ കൂട്ടാനും പറ്റില്ല, ബയർക്ക് അത് വില കുറച്ച് വാങ്ങാനും പറ്റില്ല. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണിത് എന്ന് പറയുന്നത്. കാരണം പ്രൈസ് ലെവലിനെ പ്രൊഡ്യൂസർക്കോ കൺസ്യൂമർക്കോ യാതൊരു വിധത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതിന് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്നാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ. നെക്സ്റ്റ് വൺ, നോ ഗവൺമെൻറ് കൺട്രോൾ. ഈ മാർക്കറ്റിൽ ഗവൺമെൻറ് കൺട്രോൾ ഇല്ല എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് അല്ലേ? നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് വരുന്ന കോസ്റ്റാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റ് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR അല്ലേ? പ്രൈസ് ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR. ദാറ്റ് വി വിൽ ഡിസ്കസ് നൗ. Okay, so these are the important features of perfect competitive market. Okay, so next concept related to this chapter is revenue. What it is? Revenue. It is the money received by a firm through the sale of the product. There are three revenue concepts, that is total revenue, average revenue and marginal revenue. അതായത് നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ നമുക്ക് എന്താണോ റിട്ടേൺ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ നമുക്ക് എന്താണോ റിട്ടേൺ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. ഈ റവന്യൂ കൺസെപ്റ്റിന് മൂന്നെണ്ണം ഉണ്ട്. ടോട്ടൽ റവന്യൂ ഉണ്ട്, ആവറേജ് റവന്യൂ ഉണ്ട്, മാർജിനൽ റവന്യൂ ഉണ്ട്. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി റിസീവ്ഡ് ബൈ എ ഫേം ബൈ സെല്ലിംഗ് ദ ഔട്ട്പുട്ട് ഇൻ ദ മാർക്കറ്റ്. It is given as, അതായത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു TR ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q
പി ഇൻറ്റു ക്യൂ. അതായത് ഒരു ഫേം ഒരു ഔട്ട്പുട്ട് വിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് വിൽക്കുക? പ്രൈസ് അല്ലേ. ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ് അല്ലേ. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്? TR കിട്ടും, ടോട്ടൽ റവന്യൂ കിട്ടുന്നു. എത്ര ക്വാണ്ടിറ്റി വിറ്റു അതിൻ്റെ ആ ക്വാണ്ടിറ്റി വിറ്റതിന് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേമിൻ്റെ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. സോ ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ റവന്യൂ ഇസ് P into Q, that is price into quantity എന്നുള്ളതാണ്. Okay, next one is TR curve. This is the TR curve and this y-axis represent revenue whereas x-axis represent output. If TR is an increasing function of output, when the output increases TR will be increases അല്ലേ. ഔട്ട്പുട്ട് കൂടുന്തോറും നമുക്കറിയാം നമ്മൾ എത്രമാത്രം സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ അത് മുഴുവൻ വിറ്റ് പോകും. സോ അത് നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്തോറും നമ്മളുടെ റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ, ഔട്ട്പുട്ട് സീറോ ആണെന്നുണ്ടെങ്കിൽ TR എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദ ടോട്ടൽ റവന്യൂ കർവ് ഓഫ് എ ഫേം ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ഓഫ് ദാറ്റ് ഫേം ആൻഡ് ദ ഔട്ട്പുട്ട് ലെവൽ ഓഫ് ദ ഫേം അല്ലേ. ഈ ഒരു ഗ്രാഫിനകത്ത് റവന്യൂവും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഔട്ട്പുട്ട് കൂടുന്തോറും TR കൂടും, ഔട്ട്പുട്ട് സീറോ ആകുമ്പോൾ TRും സീറോ ആയിരിക്കും. ഓക്കെ, ഇനി TR curve shows the relationship between total revenue and output. Okay, I think it is clear. The next one is average revenue. It is defined as the total revenue per unit of output. That is AR is equal to TR divided by Q. TR divided by Q, that is total revenue divided by output. If TR, we can write this TR like this, that is P into Q. TR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P into Q ആണ്. So divided by Q. P Qയും Qയും വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ AR is equal to P എന്ന് കാണും. That is AR is equal to P അല്ലേ. AR is equal to P എന്നുള്ളതാണ്. Average revenue is equal to price of the commodity. That is, since AR is equal to P and in a perfect competitive market, it is constant for all level of output. AR line is a horizontal line parallel to x-axis. It is also called price line. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ പ്രൈസ് ലൈൻ? പ്രൈസ് ലൈൻ ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ അല്ലേ. ആവറേജ് റവന്യൂ ആണ് അതിൻ്റെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ARൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആവറേജ് റവന്യൂ വിൽ ബി കോൺസ്റ്റൻറ്റ് ഫോർ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ആൻഡ് ദിസ് ഈസ് ദ average revenue curve, and the y-axis shows the price and x-axis shows the output, and this price line shows the relationship between market price and output level. Market price ഉം output level തമ്മിലുള്ള relationship കാണിക്കുകയാണ് ഈ AR എന്ന് പറയുന്നത്. Okay, I think it is clear. The next concept is marginal revenue. Marginal revenue of a firm is obtained as the increase in total revenue for a unit of increase in firm's output അല്ലേ. ഔട്ട്പുട്ടിൽ ചെറിയ മാറ്റം വന്നപ്പോൾ എത്രമാത്രം ഫേമിൻ്റെ റവന്യൂവിൽ മാറ്റം വന്നു എന്നുള്ളതിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. നമ്മൾ മാർജിനൽ കോസ്റ്റ് പഠിച്ചില്ല, സെയിം തന്നെയാണ് ഇവിടെ. അതായത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നു അതാണ് മാർജിനൽ കോസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് വിറ്റപ്പോൾ എത്രമാത്രം റവന്യൂ വന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ആൻഡ് മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ divided by change in quantity. That is MR is equal to change in TR divided by change in Q. Change in TR divided by change in Q, or the MR can be found by another equation, that is TRN minus TRN minus 1. TRN minus 1 എന്നുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സിൻസ് MR is equal to P, P is constant. MR will be constant for all level of output. MR എന്തായിരിക്കും? Constant ആയിരിക്കും. In a perfect competitive market, the price will be equal to AR and the AR will be equal to MR. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസും ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും എന്നാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പറയുക.
യൂഷ്വലി ഈ ഒരു ഫീച്ചർ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന് മാത്രമാണുള്ളത്, ഈ പ്രൈസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു MR എന്ന് പറയുന്നത്. ബാക്കി എല്ലാ മാർക്കറ്റ് ഫോഴ്സിനും ഇത് ഡിഫറൻ്റ് ആയിരിക്കും. ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ റയർ കേസസ് ആണ് ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ now we can do one problem related to the calculation of revenue. Okay, revenue ന്റെ calculation വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. Here, calculate total revenue, marginal revenue and average revenue from the schedule and the market price of each unit of the good is rupees 2. So here TR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് P into Q അല്ലേ? TR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P into Q ആണ്. സോ ഇവിടെ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യുകയാണ്. അപ്പോൾ TR 0 into 2 പറഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും. 1 into 2 2, 2 into 2 4, 3 into 2 6, 4 into 2 8, 5 into 2 10, 6 into 2 12. നമുക്ക് TR കിട്ടി അല്ലേ? ഇനി എന്താണ്? AR കണ്ടുപിടിക്കണം. AR ഇസ് ഈക്വൽ ടു അല്ലേ? AR എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു TR ഡിവൈഡഡ് ബൈ Q. TRനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? AR കിട്ടും എന്ന് വയ്ക്കാം അല്ലേ? അപ്പോൾ ഇവിടെ TR എത്രയാണ്? 0 ഡിവൈഡ് ബൈ 0 ഇറ്റ് ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്. 2 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 2, 4 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2, 6 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2, 8 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 2, 10 divided by 5 is equal to 2 and 12 divided by 6 is equal to 2. അല്ലേ? ഇത് ഫുൾ അതാണ്. ദാറ്റ് ഈസ് വാട്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു MR. പ്രൈസ് ഇവിടെ 2 ആണെങ്കിൽ ARഉം 2 ആണ്, MRഉം 2 ആണ് അല്ലേ? ഓൺലി വേരിയേഷൻ വിൽ ബി ദർ ഇൻ TR കർവ് മാത്രമാണ് അതിൽ വേരിയേഷൻ വരുള്ളൂ. ഇനി MR എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് MR ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ TR ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ Q അല്ലേ? ചേഞ്ച് ഇൻ TR ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ Q അല്ലേ? ഹിയർ 2 minus 0 is equal to 0 and 1 minus 0 is equal to 0. So the total value of MR is 0. Here 4 minus 2 divided by 2 minus 1. 4 minus 2 divided by 2 minus 1. That is equal to 2 by 1. That is 2 by 1 is equal to 2. Here also ഇവിടെ അതുപോലെ തന്നെയാണ്. 6 minus 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 വരും അല്ലേ? 3 minus 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെയും വാല്യൂ 2 ആയിരിക്കും. ഇങ്ങനെ ഈ വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആണ്, 2 തന്നെ ആയിരിക്കും. ഇതാണ് നമ്മൾ ARഉം MRഉം കാണാനുള്ള ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് വാല്യൂ വി ക്യാൻ ഡ്രോ TR, AR ആൻഡ് MR കർവ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? TR, AR, MR കർവ് എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. സോ ഹിയർ y-axis measures AR, MR and TR. AR, MR and TR. ഇവിടെ x-axis measures the output അല്ലേ? ഔട്ട്പുട്ട് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട്, സോ ഹിയർ വി ക്യാൻ ടേക്ക് ദ വാല്യൂ വിച്ച് ഇസ് 1 2 3 4 5 and 6 അല്ലേ? 6 വരെ. ഹിയർ വി ക്യാൻ ടേക്ക് ദ വാല്യൂ ദറ്റ് ഈസ് 2 4 6 8 10 and 12 അല്ലേ? ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് AR, MR കർവൊക്കെ വരച്ചു പോകണം. സോ ടേബിൾ വെച്ചിട്ട് നമുക്ക് വരച്ചു പോകാം. ഫസ്റ്റ് വൺ TR അല്ലേ? TR കർവ് നമുക്ക് വരയ്ക്കാം. അറ്റ് 0 ലെവൽ ഓഫ് ഔട്ട്പുട്ട് TR ഈസ് 0 അല്ലേ? അറ്റ് 1 ഔട്ട്പുട്ട് 1 ആകുമ്പോൾ TR ഈസ് ഈക്വൽ ടു 2 അല്ലേ? ആൻഡ് ഔട്ട്പുട്ട് 2 ആകുമ്പോൾ TR ഈസ് ഈക്വൽ ടു 4 അല്ലേ? ഔട്ട്പുട്ട് 3 ആകുമ്പോൾ TR ഈസ് ഈക്വൽ ടു 6. ഔട്ട്പുട്ട് 4 ആകുമ്പോൾ TR ഈസ് ഈക്വൽ ടു 8. ഔട്ട്പുട്ട് 5 ആകുമ്പോൾ TR ഈസ് ഈക്വൽ ടു 10. ഔട്ട്പുട്ട് 6 ആകുമ്പോൾ TR ഈസ് ഈക്വൽ ടു 12 അല്ലേ? നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് TR കർവ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? TR കർവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ AR, MR എങ്ങനെയാണ് വരയ്ക്കുക? അറ്റ് ഓൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് AR ആൻഡ് MR ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ? ഇവിടെ 1 ആണെങ്കിലും 2 ആണ്, 2 ആണെങ്കിലും 2 ആണ്, 3 ആണെങ്കിലും 2 ആണ്, 4 ആണെങ്കിലും 2 ആണ്, 5 ആണെങ്കിലും 2 ആണ്, 6 ആണെങ്കിലും 2 ആണ്. സോ AR ആൻഡ് MR ഈസ് ഈക്വൽ ടു എ സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് ഈസ് AR is equal to MR is equal to price. It is known as
പ്രൈസ് ലൈൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. So this is the revenue concept that included in പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഇതാണ് 3 റവന്യൂ കോൺസെപ്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലുള്ള 3 റവന്യൂ കോൺസെപ്റ്റ്. ഈ റവന്യൂ കർവിൻ്റെ ഷേപ്പുകളൊക്കെ മോണോപ്പൊളിയിലും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലൊക്കെ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഹോംവർക്ക് ഫോർ യു, ദറ്റ് ഈസ് കോമ്പ്യൂട്ട് ദ ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ ആൻഡ് ആവറേജ് റവന്യൂ ഇൻ ദ ഫോളോയിങ് ടേബിൾ. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് ഗുഡ് ഇസ് 10 അല്ലേ? പ്രൈസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഒരു കോളം നിങ്ങൾ അവിടെ ആഡ് ചെയ്യുക. ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, പ്രൈസിന് ഒരു കോളം ആഡ് ചെയ്തിട്ട് TR ഉം AR ഉം MR ഉം കാണുക. എന്നിട്ട് ഡ്രോ ദ ഡയഗ്രാം ഓൾസോ. ഓക്കെ, ഈ ഡയഗ്രാം നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുകയും വേണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രോഫിറ്റ്. എന്താ പ്രോഫിറ്റ്? പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അല്ലേ? നമ്മൾ ടോട്ടൽ റവന്യൂ പ്രോഫിറ്റിന് നമ്മൾ മാത്സിൽ പൈ എന്നാണ് കാണിക്കുക. പൈ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ TR ആൻഡ് TC. ടോട്ടൽ റവന്യൂ എന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ TR ആൻഡ് TC എന്ന് പറയുന്നത്. If TR is greater than TC, there is a positive level of output അല്ലേ? നമ്മൾ പോസിറ്റീവ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്, അല്ലെങ്കിൽ ഫേം ഈസ് റണ്ണിങ് അണ്ടർ പ്രോഫിറ്റ്. ഒരു ഫേം പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. If TR is less than TC, TCയേക്കാൾ ടോട്ടൽ കോസ്റ്റിനേക്കാളും ടോട്ടൽ റവന്യൂ കുറവാണെങ്കിലോ ഇറ്റ് ഈസ് നെഗറ്റീവ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ആണ്, ദാറ്റ് ഈസ് ലോസ്, നഷ്ടത്തിലാണ്. TR is equal to TC, profit will be 0 അല്ലേ? അവിടെ TR is equal to TC എന്ന് പറയുമ്പോൾ TR is equal to TC എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് 0 ആണ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഈ ഒരു പോയിന്റിന് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു പ്രോഫിറ്റ്. That is, the following table shows the total revenue and total cost schedule of a competitive firm. It is that the price of a good is 5. Calculate profit at each output level. Determine also the market price of the good. അല്ലേ? നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹിയർ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ TC, ടോട്ടൽ കോസ്റ്റ് വന്നിട്ട് നമ്മൾ TR കണ്ടുപിടിക്കണം. സോ TR കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? TR is equal to പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. സോ പ്രൈസ് ഈസ് ഓൾറെഡി ഗിവൺ ഹിയർ, ഇറ്റ് ഈസ് 5 അല്ലേ? 5 ആണ്. സോ 5 will be, we can write 5 over here, that is every column, that is price is 5. All unit of output it is 5 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ TR is equal to 0 into 5 പറയുമ്പോൾ here it is 0. 1 into 5 5. So 2 into 5 is equal to 10. 3 into 5 is equal to 15, and 4 into 5 is equal to 20. 5 into 5 is equal to 25, and 6 into 5 is equal to 30, and 7 into 5 is equal to 35. Then we can find out the profit. Profit കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് പൈ ഇസ് ഈക്വൽ ടു TR മൈനസ് TC അല്ലേ? TR മൈനസ് TC. അപ്പോൾ TR ഇവിടെ ഉണ്ട്, TR മൈനസ് TC ആണ് അല്ലേ? സോ ഹിയർ ദ ഫസ്റ്റ് വൺ 0 മൈനസ് 5, that is equal to minus 5. 5 minus 7. 5 minus 7, that is equal to minus 2. 10 minus 10, that is equal to 0. 15 minus 12, that is equal to 3. 20 minus 15, that is equal to 5. 25 minus 23, that is equal to 2. So here 30 minus 33, that is minus 3. Here 35 minus 40, that is minus 5. So based on the value we can interpret like this. This is the maximum profit അല്ലേ? ഈ 5 കിട്ടുന്നുണ്ട്, ഇതാണ് മാക്സിമം പ്രോഫിറ്റ്. സോ ദിസ് ഈസ് ദ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് അല്ലേ? ഇതാണ് മാക്സിമം ലെവൽ പ്രൈസും ഔട്ട്പുട്ടും. 4 into 5 എന്ന് പറയുമ്പോൾ 20 ആണ് അവിടുത്തെ റവന്യൂ. ഇവിടെ 15 മൈനസ് 5. അപ്പോൾ പ്രോഫിറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ടേബിളിലാണ്. അതുപോലെ തന്നെ ദിസ് ഈസ് നോൺ ആസ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ്. ദാറ്റ് ഈസ് TR is equal to
TC. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. Then this is the homework for you to find out the profit. Profit കണ്ടുപിടിക്കുക. അവിടെ ഓൾറെഡി ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. പ്രൈസ് ഈസ് ഗിവൺ ആസ് 10. പ്രൈസ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമൊക്കെ കണക്കിലെടുത്തിട്ടാണ് വളരെ ഷോർട്ടാക്കിയിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്ലാസ് കണ്ട് നോട്ട് മിസ് ചെയ്യാതെ എഴുതി പോകുക. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു ദിസ് യു ക്യാൻ കോൺടാക്ട് മീ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.